श्रीमति प्राणदेय നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് കരിപ്പനകളുടെ നാട്ടിൽ നിന്നാണ്. അതെ, നമ്മുടെ പാലക്കാട്. അവിടുത്തെ ഒറ്റപ്പാലത്ത് സ്ഥിതി ചെയ്യുന്ന വലിയൊരു തറവാട്, അമ്പലപ്പാട്ട് തറവാട്. പഴമയുടെ ആഠിത്യം വിളിച്ചോതുന്ന ഒരിടം. വർഷങ്ങളുടെ പാരമ്പര്യം ആ തറവാടിന്റെ ഓരോ കൊത്തുപണിയിൽ വരെ നമുക്ക് കാണാം. എന്നിരുന്നാലും കാലത്തിനൊപ്പം നമ്മളും സഞ്ചരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ തറവാട്ടിലും അല്പം മാറ്റങ്ങളൊക്കെ ഉണ്ട്. പഴമയുടെയും പുതുമയുടെയും മണം വീശിയടിക്കുന്നിടം. ഇക്കൊല്ലത്തെ ഉത്സവം അതീവ ഗംഭീരമാക്കാനാ അമ്പലപ്പാട്ടുള്ളവര് പറഞ്ഞിരിക്കുന്നേ. 4 വർഷത്തോളമായിരിക്കുന്നു ഇങ്ങനെ ഒരു ഉത്സവം നടത്തിയിട്ട്. അതെ അതെ, അമ്പലപ്പാട്ടിലുള്ളവരില്ലാതെ എന്തുത്സവം. ദേവിക്ക് ബാക്കിയുള്ള തിരുവാഭരണങ്ങൾ അണിയിച്ചിട്ട് പോലും എവിടെ ഒരു കുറവുള്ളതുപോലെ. ശരിയാ, എന്തൊക്കെ ആയാലും ഇത്തവണത്തെ ഉത്സവത്തോടെ എല്ലാം പഴയ പോലെ ആകും. അല്ല, 6 ദിവസത്തെ ഉത്സവമാണ് ഈ കലാപരിപാടികളൊക്കെ. ഉത്സവത്തിന്റെ 1ാം ദിവസം അമ്പലപ്പാട്ട് ശ്രീദേവി ടീച്ചറിന്റെ കച്ചേരി നിന്നാകാം. തുടക്കം ഐശ്വര്യമായി അങ്ങ് തുടങ്ങാം. എന്താ വലിയ നമ്പൂതിരി? അതെ അതെ, അതാണ് അതിന്റെ ശരി. അല്ല, അതിന് അമ്പലപ്പാട്ട് ശ്രീദേവി കൊച്ചിന് സമ്മതമാണോ? കറുപ്പിനഴക് ഓ വെളുപ്പിനഴക് ഓ അണിമണി. അല്ല, ഇവൾക്ക് ഇന്ന് പോണ്ടേ? അച്ചു, ഡി അച്ചു, എണീക്ക്. എവിടെ? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഞാൻ തന്നെ വേണ്ടി വരും. കുരുപ്പേ, എനിക്ക് മതി കേട്ടോ. നന്ദുമ്മ പ്ലീസ് ദി 5 more minutes. അച്ചു കളിക്കല്ലേ, മര്യാദക്ക് എണീക്ക് വേണേ. എനിക്കിത് ക്ലാസ് ഉള്ളതാ, ഞാൻ എന്റെ പണി നോക്കി പോകും. അതിന് നീയല്ലേ പഠിക്കുന്നേ, ഞാനല്ലല്ലോ. ഇന്നലെ നിന്നോട് ആ കമ്പനിയിൽ ചെല്ലാൻ പറഞ്ഞേ. ഓ, അതിന് ഇനിയും ടൈമുണ്ട്. അവിടെ ഒരു 12 മണിയൊക്കെ ആകുമ്പോ എത്തിയാ മതി. എടി, ഈ സമയം ആരെയും കാത്തു നിൽക്കില്ല. അങ്ങോട്ട് എണീക്ക്.
ആ ശരി, നീ കുളിച്ചായിരുന്നോ? ഞാനൊന്ന് പോയി കുളിക്കട്ടെ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് റോസ്റ്റ് ആയാലോ? ബ്രെഡ് ഓക്കെ. അച്ചു, ഞാൻ ഇന്ന് നേരത്തെ അങ്ങോട്ട് ഇറങ്ങിയാണേ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ ഇനി ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഓ, എന്നത്തെ പോലെ നിന്റെ ആ ഉണക്ക പൊട്ടും പപ്പടമല്ലേ? അല്ല, ഇന്ന് വെറൈറ്റിക്ക് വേണ്ടി മാറ്റി പിടിച്ചിട്ടുണ്ട്. ആഹാ, ശരിക്കും? എന്താ? ഇൻസ്റ്റന്റ് മാഗി. മാഗി മാഗി എങ്കിൽ മാഗി കുക്കിംഗ് അറിയാത്തോണ്ട് കൊള്ളാം. ആ ചൂട് ചൂട് ചൂട്, ആ ചൂട്. കഴിക്കുന്നത് കണ്ടാൽ തോന്നും ഒരാഴ്ച പട്ടിണിയായിരുന്നു. അയ്യോ, അതല്ല ഇവിടുത്തെ കാര്യം. അലീന ജേക്കബ്. പ്രിയപ്പെട്ടവർക്ക് അവൾ അച്ചുവും. ഒരു വായാടിയാണ്. സംസാരിക്കാൻ ഒരാളെ കിട്ടിയാൽ അയാളുടെ ചെവി തിന്നു തീർക്കുന്ന പ്രകൃതം. ആളൊരു മോഡലാണ്. 2021 മിസ് കേരള സെക്കൻഡ് റണ്ണറപ്പാണ് പുള്ളിക്കാരി. ഇന്നത്തെ ലുക്ക് എങ്ങനെയുണ്ട്? ഇത് അച്ചുവിന്റെ കൂട്ടുകാരി നന്ദിനി. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നു. ആള് കുറച്ച് കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ് ആണ്. രണ്ടാളും ഇപ്പോൾ ഒരുമിച്ച് കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് റെന്റിനെടുത്ത് താമസിക്കുന്നു. നന്ദിനിക്ക് അച്ചുവിനേക്കാൾ 2 വയസ്സ് കൂടുതലുണ്ട്. എന്നാൽ കണ്ടാൽ പറയില്ല. അച്ചുവിന് നന്ദിനി ഫ്രണ്ടെന്നുപരി അവൾക്ക് ഒരു മൂത്ത സഹോദരിയും കൂടെയാണ്. അത്ര പോരാ, എന്റെ അത്ര ക്യൂട്ട്നെസ് ഇവിടെ ആർക്കുമില്ല. ഓ, ക്യൂട്ട്നെസ്. അതെ അതെ, കേട്ടിട്ടില്ലേ? ക്യൂട്ട്നെസ് ഓവർലോഡ്. എന്റെ ദേവി, രാവിലെ തന്നെ ഇതിന്റെ തള്ളു കേൾക്കണമല്ലോ. നീ ഒന്ന് പോകൊച്ചേ, എനിക്ക് വേറെ പണിയുണ്ട്. അവളുടെ ഒരു തള്ളു. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് പോലീസിന് ഇൻഫോം ചെയ്തേ പറ്റുള്ളൂ. അതാണ് അതിന്റെ സിസ്റ്റം. ചേട്ടന്റെ ഈ കത്തിക്ക് നീ പണി ഉണ്ടാക്കല്ലേ പൊന്നു മോളെ. പറയടി, ഇനി നിനക്ക് പോലീസിനെ വിളിക്കണോ? Plata o plomo. Plata o plomo. Plata o plomo. Plata o plomo. Plata. ഡോ, നിന്നെ പോലെയുള്ള തേർഡ് റേറ്റ് ചെറ്റുകൾ വിരട്ടിയാൽ പേടിക്കുന്ന ഡോക്ടേഴ്സും സിസ്റ്റേഴ്സുമല്ല ഈ ഹോസ്പിറ്റലിലുള്ളത്. സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ മറ്റുള്ളവരുടെ ആരോഗ്യത്തിന് ജീവനും വേണ്ടി അന്തസ്സായി പണിയെടുക്കുന്നവര്, അല്ലാതെ നിന്നെ പോലെ കൊന്നും തട്ടിയും പറിച്ചും ഉണ്ടാക്കുന്നതല്ല. എന്റെ പൊന്നു മോനെ, വെള്ളച്ചിൽ നമ്മ എടുത്തെടുക്കല്ലേ. ഇപ്പോൾ നിന്റെ പല്ല് മാത്രമേ പോയിട്ടുള്ളൂ. ഇനിയും നീ ഇവിടെ കിടന്ന് ആറാമ്പുറത്ത് കാണിച്ചാൽ പന്നി സെഡേഷൻ ഒരു തരാതെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി നിന്റെ കിഡ്നി അങ്ങനെ ഊരെടുക്കും. കേടാ, താനൊക്കെ ഒരു ഡോക്ടറാണോ? വെറുമൊരു ഡോക്ടറല്ല, കുരിശിൽ പറമ്പി ഡോക്ടർ ജോയൽ മാത്യു MD MBBS. ജീന, അവന്റെ കൈ ഒന്ന് ഡ്രസ് ചെയ്തേക്ക്. പേടിക്കണ്ട, ഇനി അവൻ ഒന്നും ചെയ്യില്ല. അല്ല, ആരുമില്ലേ ഇവിടെ? ആരാ? മനസ്സിലായില്ല. അമ്പലപ്പാടി ശ്രീദേവി. സുഭാഷിണി, ആരാ അവിടെ? സുബേ, നീ ചായ എടുക്ക്. ശരി ടീച്ചറെ.
അയ്യോ വേണ്ട കുഞ്ഞേ, ഞങ്ങൾ വന്നത് കുട്ടിയോടൊരു കാര്യം പറയാനാ. എന്താ ഭാസ്കരമാവ? അത് ഉത്സവത്തിന്റെ 1-ാം ദിവസം കുട്ടിയുടെ ഒരു കച്ചേരി ഞങ്ങൾ വെക്കുന്നുണ്ട്. മറിച്ചൊന്നും പറയരുത്. അയ്യോ ഞാൻ അല്ല, ഇവിടത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? 4 വർഷത്തോളമായി ഞാൻ. അറിയാം കുട്ടി, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതും ഓർത്തിരുന്നിട്ട് എന്ത് നേടാനാ? എല്ലാത്തിനും അതിൻ്റെതായ നിമിത്തങ്ങളുണ്ട്. ഉറപ്പ് പറയുന്നില്ല, ശ്രമിക്കാം. പിന്നെ ഞങ്ങളിവിടെ തിരിച്ചു വന്നിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അതിൻ്റെതായ ഇനിയെല്ലാം കുട്ടിയുടെ തീരുമാനം പോലെ. അമ്പലപ്പാട്ട് തറവാട് ഇവിടത്തെ ഇപ്പോഴത്തെ പ്രധാന കാണവറാണ് രാജശേഖരൻ. വയസ്സിനൊത്ത ഗൗരവം ഉണ്ടെങ്കിലും ആളൊരു പാവമാണ്. അത്യാവശ്യം പുരോഗമന ചിന്താഗതിക്കാരൻ. അമ്പലപ്പാട്ട് തറവാടിന്റെ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന രാജ് ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ മേധാവി. അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ശ്രീദേവി രാജശേഖരൻ. പേര് പോലെ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി. പുള്ളിക്കാരി അത്യാവശ്യം അറിയപ്പെടുന്ന കർണാട്ടിക് മ്യൂസിഷ്യനാണ്. തന്നാലാവുന്ന വിധം പാവപ്പെട്ട കുട്ടികളെ സംഗീതം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അതും ദക്ഷിണ പോലും ആവശ്യപ്പെടാതെ. രാജശേഖരന്റെയും ശ്രീദേവിയുടെയും പ്രണയവിവാഹമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈതാങ്ങ് നൽകി ജീവിക്കുന്ന 2 ദമ്പതികൾ. ഇതാരെ ഈ സമയത്ത്? ഹലോ, എന്താ നന്ദുമാ? ഞാൻ ഡ്രൈവിംഗിലാ. ബെസ്റ്റ്. നീ എവിടെ എത്തി? ഞാനോ ഈ ട്രാഫിക്കിന്റെ ഇടയില്. പിന്നെ അച്ചു, നീ ഗ്യാസ് ഓഫ് ആണോന്ന് നോക്കിയായിരുന്നു? അല്ല, ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട്, എന്നാലും ഒരു ഡൗട്ട്. ഒന്നും പേടിക്കണ്ട, ഞാൻ എല്ലാം ചെക്ക് ചെയ്തിട്ട് ഇറങ്ങി. നിന്നെ എനിക്കറിയില്ലേ, എല്ലാത്തിനും ഒരു ഡൗട്ട്. പിന്നെ കൂടുതൽ മെഡിക്ക കാണിക്കല്ലേ. അല്ല, നീ ഗുളിക കഴിച്ചായിരുന്നു? അയ്യോ എന്റെ മാധവേ, ഞാൻ മറന്നു. ആഹാ, അരേ വാ, നിന്റെ ഈ മെഡിക്ക കണ്ടപ്പോഴേ എനിക്ക് തോന്നി. നീ പോകുന്ന വഴി വല്ല മെഡിക്കൽ സ്റ്റോറിൽ കയറി വാങ്ങി കഴിക്ക് മോളെ. കഴിക്കാതെ ഇരിക്കല്ലേ. ഒന്നാമത് ഇനി നീ ജോബ് ചെയ്യാൻ പോകുന്ന കമ്പനിയിലോട്ടാ പോകുന്നേ. അപ്പോൾ കൂടിയാലോ? എന്റെ മാതാവി, ആരെങ്കിലും കേട്ട എല്ലാരും കരുത എനിക്ക് പ്രാന്താണു. അതെ ദേ അച്ചു, മരുന്ന് വാങ്ങി കഴിക്കേട്ടോ. ഐ എം സീരിയസ്. അയ്യോ ഓക്കെ എന്റെ ചേച്ചിക്കുട്ടി, ഞാൻ കഴിക്കാതെ. ശരി, ഞാൻ വെക്കുക. ശ്രീദേവി ടീച്ചറെ, മുകളിലത്തെ വടക്കേ അറ്റത്തെ മുറിയുടെ താക്കോല് ഇനി അവിടെയും കൂടെ അടിച്ചു വരാനുള്ളൂ. നീ ചെല്ല്, ഞാൻ താക്കോൽ എടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇവിടെ ആകെ പൊടിയാണല്ലോ ടീച്ചറെ. ഈ മുറി അവരെ വൃത്തിയാക്കാനില്ലേ? ഇല്ല, ഈ മുറിയുടെ താക്കോല് ഞാൻ കൊടുത്തിട്ടില്ല. കാരണം എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളുടെ ഓർമ്മകൾ കൊണ്ട് നിറഞ്ഞ മുറിയാണിത്. ടീച്ചറെ, വാ, നമുക്ക് അവിടെ നിന്ന് ആദ്യം തുടങ്ങാം. ഇത് എന്റെ കുഞ്ഞുമോളുടെ. ശ്രീദേവി ടീച്ചറെ, ഇത് സിദ്ധുമോനല്ലേ?
അതെ, അവന്റെ ചെറുപ്പം. അല്ല, സിദ്ധുമോൻ എന്നാ ഇങ്ങോട്ട്? അറിയില്ല സുഭാഷിണി. ഒരു കണക്കിന് അവൻ ഇങ്ങോട്ട് വരാത്തത് തന്നെയാ നല്ലത്. അമ്പലപ്പാട്ടെ പുതിയ തലമുറ. രാജശേഖരൻ ശ്രീദേവി ദമ്പതികളുടെ മൂത്ത പുത്രൻ സിദ്ധാർത്ഥ് രാജശേഖരൻ. വയസ്സൊരു 28 കാണും. അമ്മയുടെ വാക്കിനപ്പുറം അവനൊന്നുമില്ല. സ്വന്തമായി ബിസിനസ് മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ സിദ്ധാർത്ഥ് ഒരു സ്റ്റാർട്ടപ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. RS പെർഫ്യൂംസ് ആൻഡ് കോസ്മെറ്റിക്സ്. അതും കൊച്ചിയില്. അത് നല്ല രീതിയിൽ തന്നെ പോകുന്നുമുണ്ട്. May I come in? Yes? Sir, I wanna tell you something. Yeah, tell me. The thing is that I have been working for the past 6 months and I believe I have been loyal and honest to this company. And my work is also going pretty good. So? So, I was expecting my salary to be raised. Oh, okay. If this is the matter, then how much are you expecting? Do you have an amount? Yes, sir. Since the start, I have been receiving rupees 26,000, and I think it would be good if I get paid up to rupees 35,000. Well, I have been going through your work and I have found out that your work is up to the mark within 6 months itself. And that is commendable. You have shown improvement in these 6 months. So I was considering making it rupees, adding bonus, rupees 26,500 with a bit more responsibilities. Is that okay? Sir, അതെങ്ങനെ ശരിയാകും? അജയ്, എന്റെ ഈ കമ്പനി RS പെർഫ്യൂംസ് ആൻഡ് കോസ്മെറ്റിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് 6 months ആയിട്ടുള്ളൂ. നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടി തുടങ്ങിയിട്ട് അറൌണ്ട് 4-3 months. ലുക്ക് അജയ്, ഇവിടെ ചെയ്യുന്ന ജോലിക്ക് തരാൻ പറ്റുന്ന മാക്സിമം ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നേ. ഇപ്പോൾ അതിലോട്ട് 500 rupees ആഡാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ടോട്ടൽ 26,500 per month. If you are okay in this salary amount, you can continue. Otherwise, you can leave from this company. അറിയാലോ, ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ഇപ്പോഴും ഒരുപാട് പേര് വില്ലിംഗ് ആണ്. അയ്യോ അത് വേണ്ട സർ, എനിക്കത് ഓക്കെയാണ്. Then from the coming month, you will be receiving rupees 26,500. ചുമ്മാതല്ല, your responsibilities will be explained by the manager. You can have a talk with him, alright? Sure sir, I will talk to him. Thank you so much sir. Okay, have a great day. ഇയാള് പിന്നെ അജയ്, താൻ ഇവിടുത്തെ റൂൾസ് ഒക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടോ? അയ്യോ ഞാനോ? ഉണ്ട് സർ. ഓക്കെ ഓക്കെ, യു ക്യാൻ ലീവ് നൗ. ഓക്കെ സർ. കാലമട അങ്ങയുടെ ഇന്നും ഇല്ലാത്ത ഓരോ കണക്ക്. അജയ്, എന്തായി സാലറി ഇൻക്രിമെന്റിന്റെ കാര്യം? ആ ഒലക്കേട മൂട്. വാട്ട്? ആ സാർ മേഡം, അയാളും അയാളുടെ ഒടുക്കത്തെ ഒരു ഉടായ്പ് കണക്കും. ആ കിട്ടി 500 രൂപ. ആ സിദ്ധാർത്ഥ് സർ 500 rupees ആഡാക്കിയോ? അത് തന്നെ വലിയ കാര്യമാ.
എന്റെ പൊന്നു മേഡം, വീട്ടിൽ നിന്ന് ഇന്ന് വരാൻ തന്നെ പെട്രോളിന് 1000 രൂപയാകും. പിന്നെ ഈ 500 രൂപ കൊണ്ട് എന്തുണ്ടാക്കാനാ? അങ്ങനെ യൂസ് ചെയ്യുന്ന പേനയ്ക്ക് തന്നെ കാണും 500 രൂപ. അല്ല, നീ എത്രയാ റിക്വസ്റ്റ് ചെയ്തേ? 35,000. എന്ത്? 35,000 എന്ന്. നിന്നെ അയാൾ ഇവിടുന്ന് പറഞ്ഞു വിടാത്തതില്ല അത്ഭുതം. മാഡം, മനുഷ്യന് ദേഷ്യം വരില്ലേ? വേറെ ഒരു കമ്പനിയിലും ഇല്ലാത്ത കുറെ റൂൾസും തേങ്ങയും ഒരഞ്ഞിട്ട് പട്ടിയെ പോലെ പണിയെടുക്കണം. മാഡത്തിനറിയോ, എനിക്ക് ഈ വരുന്ന ചിങ്ങത്തിന് വയസ്സ് 32. ഞാനൊന്നും വായി നോക്കാൻ തന്നെ മറന്നു. പറയുന്നത് പോലെ മാഡത്തിന് വല്ല കല്യാണാലോചന? അജയ്, എന്റെ അടുത്ത് നിന്റെ ഉടായ്പ എടുക്കല്ലേ. പിന്നെ നമ്മുടെ ഈ കമ്പനി കുറച്ചു മാസങ്ങൾ കൊണ്ട് ഇത്രയും വളർന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ട് തന്നെയാണ്. അതിന് 2 വർഷം വേറെ ഒരു പേഴ്സണൽ കമ്മിറ്റ്മെന്റ്സ് പാടില്ലെന്ന് പറഞ്ഞാൽ എന്താ മാഡം ഇത്? ഞങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാർക്ക് ഇപ്പൊ പെണ്ണ് കിട്ടുന്നില്ല. ഞാനൊക്കെ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചു നടന്ന പ്രായത്തിലുള്ള പിള്ളേരാ ഇപ്പോൾ കളിപ്പനും കാന്താനിയും കളിച്ചു നടക്കുന്നേ. ഇതൊരു സുന്ദരനായ ചെറുപ്പക്കാരന്റെ ഒരു രോദനം. അജയ്, this are എന്തുമാകാലോ, തോന്നിയ സമയത്ത് പോകാം, തോന്നിയ സമയത്ത് വരാം, ആരും ചോദിക്കാനും ഇല്ല. ഇയാളീ പോകുന്നത് തന്നെ കാമുക്കി കാണാനാണോന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കണ്ടാലറിയില്ലേ അയാള് മൂലമുണ്ടായിപ്പാണെന്ന്. ഇയാള് മാത്രമല്ല, ഇയാളുടെ ഫ്രണ്ട് IMDയും. നീ സിദ്ധാർത്ഥ സാറിനെ എന്ത് വേണോ പറഞ്ഞോ. ആർക്കൊരു ദ്രോഹം ചെയ്യാത്ത എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യുന്ന MD സാറിനെ പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പൊ കിട്ടിയ ആ 500 രൂപയില്ലേ, അത് ഞാനത് കട്ടാക്കും. സിദ്ധാർത്ഥ സാറിനോട് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറയും. മാഡം, പോടോ. എന്തെങ്കിലുമൊക്കെ എന്റെ മാവ് പൂക്കും. അതിന്റെ ഇടയിൽ ഒടുക്കത്തെ മഴ. നന്ദു ഇന്നലെ കൂടി പറഞ്ഞതേ ഉള്ളൂ സ്കൂട്ടിയിൽ റെയിൻകോട്ട് എടുത്ത് വെക്കാൻ. മഴ കുറഞ്ഞു എന്ന് തോന്നുന്നു. അങ്ങോട്ട് ഇറങ്ങി നിന്ന് നോക്കാം. താൻ ആരുടെ അമ്മയ്ക്ക് വായി ഗുളിക വാങ്ങാനാണോ പോകുന്നേ? റോഡ് തന്റെ അപ്പന്റെ വകയാണോ? എന്റെ ഡ്രസ് ഫുള്ള് ചെളിയായി. ഇത് വിട്ടോണ്ട് എങ്ങനെയാ കമ്പനി ചെന്ന് ഞാൻ കേറും? Excuse me. ഓ, മഴയത്ത് സൂട്ടൊക്കെ ഇട്ട് ചേട്ടൻ എങ്ങോട്ടായി ഈ സ്പീഡിൽ? തനിക്ക് എന്താ കണ്ണു കാണില്ലേ? അതോ ആർക്കെങ്കിലും പണയം വെച്ചോ? ഒന്നാണെ തോട് പുഴയൊക്കെ റോഡിലാണല്ലോ, അതിന്റെ ഇടയിൽ തന്റെ ഒരു ഓവർ സ്പീഡും. തന്റെ നാവിന് എന്തു പറ്റിയടോ? താനെന്താ ഊമയാണോ? ഇന്ന് എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. എന്റെ ഡ്രസ് കണ്ടില്ലേ? താനെന്താണോ ഒന്നും മിണ്ടാത്തെ? നിർത്തടി. നീ ആര്? ഉണ്ണിയാർച്ചയോ അതോ ചാൻസർ കാണിയോ? വണ്ടി വരുന്നോ പോകുന്നോ എന്ന് നോക്കാതെ റോഡിൽ കയറി നിന്നിട്ട് മാന്യമായി റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു പോകുന്നവന്റെ തന്തയ്ക്കും തളയ്ക്കും വിളിക്കുന്നു. അത് പിന്നെ ഞാൻ പെട്ടെന്ന് വിളിച്ചു പോയതാ. പിന്നെ മഴ കുറഞ്ഞു നോക്കിയതാ. എന്തേ, തനിക്ക് കണ്ണു കാണില്ലേ? അതോ ആർക്കെങ്കിലും പണയം വെച്ചോ? ഉണ്ടോ? പിന്നെ തന്റെ ഈ ഡ്രസ് എന്റെ കയ്യിൽ നിന്ന് വിടണോ? താൻ എന്താണോ കാണിക്കുന്നത്? വിടാൻ
ദേ ആ ഷോപ്പിംഗ് മാളിൽ. ഷോപ്പിംഗ് മാളോ? സർ, ഹൗ കൻ ഐ ഹെൽപ് യു? അത് ദേ ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യണം. ഓ, മാഡത്തിനാണോ? ദേ ആ സൈഡിലാണ്. ഡോ, എനിക്ക് ഡ്രസ് വേണമെന്ന് തന്നോട് ആരാടോ പറഞ്ഞേ? ഓ, ദേ പോണു. വീട്ടോ അയാൾ നാവ് പിരിഞ്ഞു. മാഡം, ബോയ്ഫ്രണ്ടിനെ കാണാൻ നല്ല ഹാൻസം ആയിട്ടുണ്ടല്ലോ. ബോയ്ഫ്രണ്ടോ? എവിടെയൊക്കെയോ BTSലെ ബിയുടെ കട്ടുണ്ട്. അയ്യേ, ആ ഡ്രാക്കുളയോ? അത് ഈ ഡ്രസ് മതി. എവിടെയാ ട്രയൽ റൂം? ആ, ദേ അവിടെ. മാഡം, ദേ ബിൽ. ബില്ലോ? അതെ, സാറ് പറഞ്ഞു മാഡത്തിന്റെ കയ്യിൽ തന്നാ മതിയെന്ന്. എന്റെ കയ്യിലോ? അല്ല, അയാളെവിടെ? അയ്യോ, സാർ പോയല്ലോ. പോയോ? ഇയാളാരാ? മിന്നൽ മുരളിയോ? മാധവി, 8000 രൂപയോ? ഇയാള് ശരിക്കും ഡ്രാക്കുളയാ. ചോര ഊറ്റി കുടിക്കുന്നേ. Sir, may I come in? Yes.